എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1695 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നത് ഡോക്ടർ PK നമ്പൂതിരി സാറാണ്. സാറിന്റെ ഇന്നത്തെ ഈ ക്ലാസ് ശ്രവിക്കുന്നതിനു വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറ് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് സ്പൂൺ ഫീഡിങ് ചെയ്യുന്നത് പോലെ നമുക്ക് ക്ലാസ് എടുക്കുന്ന സാറാണ്. സാറ് കോട്ടയം ജില്ലയിൽ അയർക്കുന്നത്ത് കെയർവെൽ എന്ന് പറയുന്ന ഒരു ഹോമിയോ ക്ലിനിക്ക് നടത്തി വരുന്നു. എന്തായാലും ഇന്ന് സാറ് ഏത് വിഷയം ആണ് പറയുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സാറിന്റെ വർഷങ്ങളോളം 40 വർഷത്തിന് മേളിലുള്ള ചികിത്സാ അനുഭവങ്ങളാണ് നമുക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറിന്റെ ഫോൺ ഔട്ടായി പോയോ? റേഞ്ച് പ്രശ്നമുണ്ടോ? സാറിനെ കാണാനില്ലല്ലോ ധനേഷ് ഡോക്ടറെ. ധനേഷ് ഡോക്ടർ മ്യൂട്ടാണേ. വന്നു. സാർ എത്തിയിട്ടുണ്ട്. സാർ മ്യൂട്ടാണ് സാറേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. സാറിന് റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റക്കായി നിൽക്കുകയാണ്. അല്ല, സാറിന് സഹായികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ സാറേ. വീഡിയോ അല്ല, സാറിന്റെ റേഞ്ച് പ്രശ്നം ഉണ്ട്. അതായിരിക്കും ഒരു വിഷയം. ഇന്ന് ഇടിയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ധനേഷ് ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ. ഞാൻ ഔട്ടായെങ്ങാനും പോയാൽ ഇവിടെ നല്ല ഇടിയും പൊള്ളിയാനും ഒക്കെ ഉണ്ട്. സാറിന്റെ എന്താ പ്രശ്നം? ഔട്ടായി. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. കോട്ടയമൊക്കെ കുറച്ച് ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ ഈ കുറച്ചൊരു എന്താണ് ഈ ഹിൽ ഏരിയ പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ ചിലപ്പോൾ മഴയായിരിക്കും ഭയങ്കര. സാർ ഔട്ടായി പോയി. അതെ, എന്തായാലും വരും. സാറ് വരുമ്പോഴേക്കും പ്രത്യേകിച്ച് ധനേഷ് ഡോക്ടർക്ക് എന്തെങ്കിലും സൂമിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ IFBHന്റെ ഒരു 1700-ാം ദിന പരിപാടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം. അതായത് ഈ അടുത്ത ഞായറാഴ്ചയാണ് പ്രോഗ്രാം. അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇംഗ്ലീഷ് സെഷനിലും. അതെ, സാറ് വന്നിട്ടുണ്ട്. സാറ് എത്തിയിട്ടുണ്ട്. സാറ് കാണാം. സാറ് അത് ഞാൻ വേഗം തന്നെ തുടങ്ങാം. റേഞ്ച് എങ്ങനെയാന്ന് അറിയാൻ മേല. കുഴപ്പമില്ല സാർ. അവിടെ മഴയുണ്ടോ സാറിന്റെ സ്ഥലത്ത്? ഉണ്ടായിരുന്നു, മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ BSNLന്റെ ഈ ടവറിന്റെ എന്തോ പരിപാടി നടക്കുന്നതുകൊണ്ട് ഇപ്പൊ പ്രോബ്ലം ഉണ്ടെന്ന് അവര് പറയുന്നുണ്ട്. ഉള്ള സമയം നമുക്ക് തുടങ്ങാം. ആയിക്കോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തു വന്നത് ബാക്ടീരിയോളജിയെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ബാക്ടീരിയ ചില രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും രോഗങ്ങൾ കുറച്ച് കയറി പോകണമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങി വന്നത്. ഏതായാലും നെറ്റ് പ്രോബ്ലം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഞാൻ എടുത്ത ഭാഗത്ത് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഹനുമാൻ ഇത് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എവിടെ നിന്നൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനൊന്ന് നോക്കിയിട്ട് പറയാൻ. നമ്പൂതിരി സാറ് വീണ്ടും ഔട്ടായി പോയ പോലെ തോന്നുന്നത്. പിന്നെ ഇപ്പം നമ്മളോടൊപ്പം നമുക്കൊരു ചർച്ച പോലെയോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ സാർ ഔട്ടായി പോയാൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഓരോരുത്തരും എന്തെങ്കിലും അവരവരുടെ എന്തെങ്കിലും കേസുകളൊക്കെ പ്രസന്റ് ചെയ്യാൻ മനസ്സുള്ളവരൊന്ന് നമുക്ക് ഇന്നത്തെ സൂം സെഷൻ അങ്ങനെ കൊണ്ടുപോകാം.
ഷെഫീഖ് ഡോക്ടറെ വിളിക്കാമല്ലോ, ഷെഫീഖ് ഡോക്ടറെ. അതെ, ഞാൻ ഷഫീഖ് ഡോക്ടറെ തന്നെ കണ്ടത്. ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർ കോഹോസ്റ്റ് ആണേ. ഷഫീഖ് ഡോക്ടറും ധനേഷ് ഡോക്ടറും ഒക്കെ ഈ 2 കേസ് വീതം പറഞ്ഞാൽ തന്നെ നമുക്ക് സാറ് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇതിന് അനുഭവമുള്ള വേറെ ഒരുപാട് ആൾക്കാർ ഇരിക്കുകയല്ലേ. നമ്മളെ സാറ് വന്നു സാറിന്റെ അടുത്ത് സാറ് വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചാൽ സാറേ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട്, ഇല്ല ഇപ്പം വീഡിയോ വേണ്ട, ഓഡിയോ മാത്രം ആയാൽ ശരിയാവുമെന്നൊന്ന് നോക്ക് സാറേ. അല്ല വീഡിയോ ഇപ്പൊ വീഡിയോ വെച്ച് സംസാരിച്ച് നോക്കട്ടെ, ഇനി അഥവാ പോവാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. വീഡിയോ വേണ്ടെന്ന് വെക്കാം, കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഇല്ല ഇപ്പൊ വീഡിയോ എല്ലാം കേൾക്കാം സാറേ. ഹലോ, ഇപ്പൊ ഞാൻ പറയാം, നോക്കട്ടെ. കേൾക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കോമഡിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൂടെ നോക്കിയിട്ടും പറ്റിയില്ലെങ്കിൽ നിവൃത്തിയില്ല. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ സംസാരിച്ചു. Minute invisible living features inimical to human life, millions of these miasmatic animated beings എന്ന് പറയുന്ന ലേസർ റൈറ്റിംഗിന്റെ പേജ് 758 പറയുന്നു. അതുപോലെ തന്നെ ഈ വ്യാസം that probable consist of innumerable invisible living beings in and about the patient. ലേസർ റൈറ്റിംഗ് തന്നെ 761 പേജിൽ പറയുന്നു. Even a cursory personal of Hahnemann's book on chronic disease will convenience anybody that Hahnemann's miasm anticipated bacteria or parasite, the living organism visible or invisible in the naked eye of modern bacteriology. DK സർക്കാരിന്റെ കമന്ററി ഓഫ് ഓർഗൻ പേജ് 350-51. ഇത്രയും ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ ഈ ബാക്ടീരിയോളജിയെ കുറിച്ച് നമുക്ക് പറയുന്നു. ഇനിയിപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ട്യൂബർകുലോസിസിനെ കുറിച്ചാണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, 1882 കോച്ചാണ് ഇത് കണ്ടെത്തിയത്. അത് ഈ ഓർഗാനിസം സെൽഡ് റോഡാണ്, അതായത് നീണ്ട ദണ്ട് പോലെയുള്ളതാണ്. ഫീസസ് ഫൗണ്ട് ചെയ്യുന്ന സ്പ്യൂട്ടത്തിലും ഫീസസിലും ഒക്കെ അത് കാണാറുണ്ട്. പൾമോണറി ആൻഡ് എലിമെന്ററി ട്യൂബർകുലോസിസ് ആണ് സാധാരണയായിട്ട് കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. ഞാൻ ഇന്നിപ്പോ എടുക്കുന്നത് പൾമോണറി ട്യൂബർകുലോസിനെ കുറിച്ച് മാത്രമാണ്. ബാക്കിയുള്ളത് മറ്റേ ട്യൂബർകുലോസിസ് ഒത്തിരി ഉണ്ട്. ബാസിലസ് മിക്കവാറും ഒക്കെ മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാറുണ്ട്, പെട്രോണൈറ്റിസ് ഉണ്ടാവാറുണ്ട്, ഫ്ലൂറസി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാനിപ്പോ എടുക്കുന്നത് ലങ്സ് ട്യൂബർകുലോസിസിനെ കുറിച്ചാണ്. ഈ രോഗബീജത്തിന്റെ ആക്രമണം നിമിത്തം ശ്വാസകോശങ്ങൾക്ക് കേട് സംഭവിച്ച് ശക്തിയായ പനി, ചുമ, മെലിച്ചിൽ എന്നീ പ്രത്യേക ലക്ഷണങ്ങളോട് കൂടിയ ഒരു രോഗമാണിത്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ രോഗം ധാരാളമായി കണ്ടുവരുന്നു. ഞങ്ങളുടെയൊക്കെ ആദ്യകാല പ്രാക്ടീസുകൾ ഈ രോഗം ധാരാളമായി നമുക്ക് ചികിത്സിക്കാമായിരുന്നു. മാറിയ സാഹചര്യത്തിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്ക വരുന്ന ഒരു കേസ് പ്രോപ്പറായിട്ട് റെഫർ ചെയ്യാനും നമുക്ക് വേണ്ടി ഇതിന് സഹായിക്കുക എന്ന് വിചാരിക്കുക. മറിച്ച് ഇപ്പൊ ട്യൂബർകുലോസിസ് നമുക്ക് എടുക്കാൻ അത്ര പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ധാരാളമായിട്ട് ഞങ്ങളുടെ ആയ കാലത്ത് ചികിത്സിച്ചിരുന്നു എന്ന് പറയാം. ഇപ്പൊ ഈ രോഗം പെട്ടെന്ന് ഉണ്ടായി അവസാനിക്കുന്നതായിട്ടോ ദീർഘിച്ച് കിടക്കുന്നതായിട്ടോ ഉണ്ടാകാം. ശരീരത്തിന്റെ ഏത് ഭാഗത്തും നട്ടെല്ല്, അസ്ഥികൾ എന്നിവയെല്ലാം ഈ രോഗം ബാധിച്ച് കാണാറുണ്ട്. എന്നാലും കൂടുതലും ശ്വാസകോശത്തിന്റെ ഇതളുകളെയാണ് ബാധിച്ച് കാണുന്നത്. ഈ രോഗത്തിന്റെ പ്രവൃത്തി മൂലം രോഗം ബാധിച്ച ഭാഗത്ത് മഞ്ഞ നിറത്തിലും ചാര നിറത്തിലും വെണ്ണ പോലെയുള്ള ഒരു സാധനം ഉണ്ടാകും, ഗ്രേ ആൻഡ് യെല്ലോ ട്യൂബർക്കിൾസ്. ചില സമയത്ത് ഇത് രൂപവ്യത്യാസം ശ്വാസകോശത്തിന്റെ മധ്യഭാഗത്ത് നിന്നും ചിലപ്പോൾ വശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതായി കാണാം. ചിലപ്പോൾ ഇങ്ങനെ കേടുകൾ ശ്വാസകോശങ്ങൾക്ക് പല ഭാഗങ്ങളിൽ ഉണ്ടായി ഒന്നിച്ചുകൂടി ആ അവസ്ഥ ആകപ്പാടെ മാർദ്ദവപ്പെട്ട് ദ്രവിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെയായാൽ ബ്രോങ്കൈ കുഴലുകളിൽ കൂടി മാർദ്ദവപ്പെട്ട് ദ്രവിച്ചു പോയ ഭാഗം ചുമച്ച് സ്ഥലമായും രക്തമായും ചുമച്ച് പുറത്തേക്ക് തള്ളപ്പെട്ട് അവിടെ ഒരു ദ്വാരം ബാക്കി കിടക്കും. ചിലപ്പോൾ ദ്രവിച്ചു പോയ ഭാഗം കട്ടിയായി തീർന്ന് ശ്വാസകോശത്തിന്റെ പല ഭാഗങ്ങളിൽ വ്യാപിച്ച് കാണുകയും ചെയ്യാം. ഇതെല്ലാം നീണ്ടു കിടക്കുന്ന രോഗങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതുകൂടാതെ പെട്ടെന്നുണ്ടാകുന്ന വേറൊരു തരം രോഗമുണ്ട്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പെട്ടെന്നുണ്ടാകുന്നു.
ശ്വാസകോശം ആകപ്പാടെ ട്യൂബർക്കുലോസ് കൊണ്ട് നിറയുന്നു. എന്നാൽ ഇതിന് ദ്രവിപ്പോ തലവിപ്പോ കാണുന്നില്ല. എന്നാൽ ഈ രോഗത്തിൽ പനി അതികഠിനമായിരിക്കും. ഈ രോഗം അസാധ്യ രോഗങ്ങളുടെ പട്ടികയിൽപ്പെടും. രോഗി രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഗാലപ്പിൻ കൺസപ്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഈ പനി കുറയാതെ അതികഠിനമായി നിൽക്കുക എന്ന ഒരു രോഗലക്ഷണം മാത്രമാണ് ഈ രോഗത്തേക്ക് നമുക്ക് സംശയിക്കാനുള്ള ഏക ലക്ഷണങ്ങൾ. ഇനി ട്യൂബർകുലോസിന്റെ ലക്ഷണങ്ങൾ. ഒന്ന്, ചുമ. ഈ രോഗത്തോടു കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അത് അവസാനം വരെ ആരംഭം വരണ്ട ചുമയും ഇത് ഏതെങ്കിലും ആയാസം ചെയ്യുമ്പോഴും രാവിലെയും വർദ്ധിക്കുന്നതും ചെയ്യും. പിന്നീട് കോഴിമുട്ടയുടെ വെള്ളം പോലെയുള്ള കഫം ഉണ്ടാകും. ഈ ചുമ കുറെ കാലത്തേക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. രോഗം കുറച്ചു കൂടി വർദ്ധിക്കുമ്പോൾ പകൽ സമയത്ത് കൂടി എപ്പോഴും ചുമിക്കുന്നതായി കാണാം. രണ്ടാമത്, കഫം. ആരംഭത്തിൽ കഫം ഉണ്ടാകുന്നത് വളരെ നേരിയതായും ചിലപ്പോൾ രക്തം കലർന്നു വിരിക്കും. കുറെ കൂടി കഴിഞ്ഞാൽ കഫം മിക്കവാറും ചാര നിറത്തിലും അതിന്റെ ചില ഭാഗത്ത് മഞ്ഞ നിറത്തിൽ കട്ടിയായും ഇരിക്കുന്നത് കാണാം. രോഗം കുറെ കൂടി വർദ്ധിച്ചാൽ കഫം ഇരുണ്ട് കട്ടിയായി തീരുകയും വെള്ളത്തിൽ വീണാൽ താണു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള കഫം ശ്വാസകോശം കട്ടിയായ ഭാഗങ്ങളിൽ നിന്ന് വന്നതാകും. ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ദ്വാരങ്ങൾ ഉണ്ടായാൽ ദുർഗന്ധത്തോടു കൂടിയ ചലം ധാരാളമായി ചുമച്ചു തുപ്പുന്നതായും കാണാം. മൂന്നാമത്തെ ലക്ഷണം, രക്തം തുപ്പൽ. ഈ രോഗത്തിന്റെ ഏതവസ്ഥയിലും ഉണ്ടാകാം. ശ്വാസകോശത്തിലുള്ള സൂക്ഷ്മ നാഡികളില് രോഗനിമിത്തം ഉണ്ടാകുന്ന കേടിനാലും ചുമയുടെ അധ്വാന നിമിത്തവും സൂക്ഷ്മനാഡികൾ പൊട്ടുന്നതിനാലും രക്തം തുപ്പൽ ഉണ്ടാകാം. ചുമക്കുന്നതിന് മുമ്പായിട്ടോ ആരംഭത്തിലോ കഫത്തിൽ രക്തം കാണുകയും ഇതിന് മറ്റ് കാരണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ഹൃദയസംബന്ധമായ രോഗങ്ങള്, ക്ഷേമം, തട്ട് മുതലായവ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇത് ട്യൂബർകുലോസിസ് മോചനമാണെന്ന് സംശയിക്കണം. ചിലപ്പോൾ കഫത്തിൽ ഒരു പൊട്ട് പോലെ മാത്രമേ രക്തം കാണാറുള്ളൂ. മറ്റു ചിലപ്പോൾ രക്തപ്രവാഹം ശക്തിയായി ഉണ്ടാകാം. ഇങ്ങനെ സംഭവിക്കുന്നത് ശ്വാസകോശത്തിൽ രോഗം ബാധിച്ച ഭാഗത്തുള്ള രക്തനാഡികൾ ചുമയുടെ ഹേമം നിമിത്തവും മറ്റോ പൊട്ടിപ്പോകുന്നത് കൊണ്ടാകാം. ഇങ്ങനെയുണ്ടായാൽ പൊട്ടിത്തുറക്കുന്ന ഭാഗത്ത് വായുസ്പർശനം ഉണ്ടായി രക്തം കട്ട പിടിക്കുന്നതിനാൽ അത്ര സീരിയസ് ആയി ഇത് മാറാനിടയില്ല. അടുത്തത്, പൾസ്. ഈ രോഗത്തിന് സാധാരണയായി 1 മിനിറ്റിൽ 90 മുതൽ 110 വരെ പ്രാവശ്യം പൾസ് ഉണ്ടായിരുന്നു. ഇത് രാവിലെ അല്പം കുറയുന്നതായും പിന്നീട് വർദ്ധിക്കുന്നതായും കാണാം. രോഗം വർദ്ധിക്കും തോറും നാഡിയുടെ അടി വർദ്ധിക്കുകയും ശക്തി കുറയുകയും ചെയ്യുന്നതായും കാണുന്നു. പനി 99-100 ഡിഗ്രി വരെ വൈകിട്ട് ഉള്ളതായി കാണാം. മിതമായ ആയാസം കൊണ്ട് പനി ഉണ്ടാവുക എന്നത് ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ രോഗത്തിന്റെ ഒരു പ്രത്യേക ലക്ഷണം തന്നെയാണ്. പെട്ടെന്നുണ്ടാകുന്ന രോഗത്തിന് പനി ശക്തിയായി വിട്ടുമാറാൻ നിൽക്കുന്നതായും കാണാം. രാവിലെ 102 വൈകുന്നേരം 104 വരെയൊക്കെ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നീണ്ടുകിടക്കുന്ന രോഗത്തിന് ചിലപ്പോൾ പനി ക്രമമല്ലാതെ ചിലപ്പോൾ നോർമലിൽ താഴെയും ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ 102 ഡിഗ്രിയും ഉണ്ടായിക്കൊണ്ടിരുന്നതായിട്ട് കാണാം. അടുത്തത്, ശ്വാസവിമ്മിഷ്ടം. ഇത് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണമാണ്. ശ്വാസകോശത്തിന്റെ രോഗം ബാധിച്ചിരിക്കുന്നതിനാൽ ആവശ്യമുള്ളിടത്തോളം വായുവിനെ ഒന്നായി ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതിന് സാധിക്കുന്നില്ല. അതിനാൽ ശ്വാസത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു. ശ്വാസകോശത്തിൽ രോഗം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നുവോ ആയതിനനുസരിച്ച് ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണവും വർദ്ധിക്കുന്നു. സുഖശരീരികൾ മിനിറ്റിൽ 14 മുതൽ 18 എണ്ണം വരെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ട്യൂബർകുലോസിസ് രോഗികൾ 24 മുതൽ 28 പ്രാവശ്യം വരെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. രോഗം വർദ്ധിക്കും തോറും ഇതിന്റെ എണ്ണവും വർദ്ധിക്കുന്നു. ആയാസം കൊണ്ട് ഇതിന്റെ എണ്ണം വളരെ വർദ്ധിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നെഞ്ചത്ത് ബിംബിഷ്ടവും കുത്തലും ചുമയും ഉണ്ടാകുന്നു. ഈ രോഗം സംബന്ധിച്ച് നെഞ്ചത്ത് കഠിനമായ വേദന ഉണ്ടാവുക പതിവില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ പ്ലൂറസി എന്ന രോഗം ഇതോടൊന്നിച്ച് ഉണ്ടായി എന്ന് കരുതണം.
ദേഹം മെലിച്ചിൽ. ഈ രോഗത്തിന്റെ പ്രത്യേക ലക്ഷണമാണ് ഇത്. ഈ രോഗത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ക്രമമായി വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പെട്ടെന്നും ക്രമമല്ലാതെ ഉണ്ടാകുന്ന മെലിച്ചിൽ ഈ രോഗത്തിന് ആയിരിക്കണമെന്നില്ല. ഈ രോഗത്തിന് ക്രമമായി സാവധാനത്തിൽ വർദ്ധിച്ചു വരുന്ന മെലിച്ചിലാണ് പ്രത്യേകതയായിട്ടുള്ളത്. തടിച്ച ശരീര പ്രകൃതിക്കാർക്ക് ഈ മെലിച്ചിൽ തെളിവായി കാണപ്പെടുകയും അധികം അപകടമുള്ളതുമായി. രോഗിയുടെ തൂക്കം ഇടയ്ക്കിടെ നോക്കിയാൽ രോഗത്തിന്റെ വർധനവ് നമുക്ക് മനസ്സിലാക്കാം. പനി ആരംഭത്തിൽ ഉണ്ടാകുന്ന പനി ക്രമേണ വർദ്ധിച്ചു വരുന്നു. വൈകുന്നേരം പനി വർദ്ധിക്കുകയും രാവിലെ വിയർപ്പിനാൽ ശരീരമാസകലം നനഞ്ഞിരിക്കുകയും ചെയ്യും. പനി ആരംഭത്തിൽ ഉണ്ടാകുന്ന പനി ക്രമേണ വർദ്ധിച്ചു വരുന്നു. വൈകുന്നേരം പനി വർദ്ധിക്കുകയും രാവിലെ വിയർപ്പിനാൽ ശരീരം ആസകലം നനഞ്ഞിരിക്കുകയും ചെയ്യും. പൾസിന്റെ എണ്ണം വർദ്ധിച്ചും ശക്തി കുറഞ്ഞും ഇരിക്കും. രോഗം വർദ്ധിച്ചു വന്ന് മൂർധന്യ ദശയിലെത്തുമ്പോൾ ഡയറിയയും പ്രത്യേകിച്ചൊന്നും പറയാൻ ഇപ്പം അങ്ങനെ ഒരു കേസായിട്ട് പറയാൻ വേണ്ടിയൊന്നും ഇത് ചെയ്തിട്ടില്ല. പിന്നെ പൊതുവേ നമുക്ക് ഈ ഹോമിയോ ഡോക്ടർമാർക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് പറയുന്ന കേസുകളൊക്കെ നമുക്ക് ന്യൂമോണിയ ഒന്നും ആരും ട്രീറ്റ് ചെയ്യാറില്ല. മിക്കവാറും ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അലോപ്പതിയിലോട്ട് വിടാറുണ്ട്. അതോ സാറ് വന്നു വരട്ടെ സാറ് ഔട്ടായി, വീണ്ടും പോയി. റേഞ്ച് പ്രശ്നം. അതില് നമ്മുടെ ഹോമിയോയില് അതിനൊക്കെ എഫക്റ്റീവായിട്ട് മെഡിസിൻ ഉണ്ട്. ആ രീതിയിൽ കൊടുത്തിട്ട് നമ്മുടെ പേഷ്യന്റെ അടുത്ത് പറയേണ്ടത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന എങ്ങനെ നോക്കാം അതേപോലെ പേഷ്യന്റിനെ നോക്കാം. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ തന്നെ ആ രീതിയിൽ നമ്മൾ നോക്കി നമ്മുടെ മരുന്ന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ന്യൂമോണിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ കഴിയും. കാരണം അങ്ങനെയുള്ള പല കേസുകളും നമുക്ക് അങ്ങനെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ആന്റിമാഴ്സ് 30 കൊടുക്കാറുണ്ട്. പിന്നെ ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ, നൈറ്റിലൊക്കെ ടെമ്പറേച്ചർ കൊണ്ട് വരാട്രമറൈഡ് കൊടുക്കാറുണ്ട്. വരാട്രമറൈഡ് 200, ട്യൂബർക്കുലിനും 1000 ഒക്കേഷണൽ ഡോസ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് ന്യൂമോണിയൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ വീട്ടിലുള്ളവര് അതിനുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ നോക്കും പോലെ കുട്ടിയെ നോക്കണം. അല്ലാതെ മരുന്നും കൊടുത്തിട്ട് അടുക്കളയിൽ ജോലിക്ക് പോയാൽ പറ്റത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കുട്ടി അഡ്മിറ്റ് ചെയ്യുന്ന അടുത്തിരുന്ന് വിയർപ്പും തുളച്ച് വെള്ളവും കൊടുത്ത് മരുന്നും കറക്റ്റായിട്ട് കൊടുക്കും. അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോ കൊണ്ടും ഇതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. ന്യൂമോണിയയ്ക്ക് മെഡിസിൻ ഏതാണ് ആഴ്സ് പറഞ്ഞത്? ആന്റിമാഴ്സ് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഈവനിങ് റൈസ് ഓഫ് രാത്രിയൊക്കെ പനി കൂടുന്നതിന് വരാട്രമറൈഡ്, പിന്നെ ട്യൂബർക്കുലിനും 1000 പലരും കൊടുക്കാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കാറുണ്ട്, നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. പക്ഷെ ആ ഡോസ് നമ്മൾ വളരെ മിനിമൈസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുള്ള ഈ എന്താണ് ന്യൂമോണിയാണെന്ന് പറയുമ്പോഴുള്ള ധൈര്യക്കുറവ് കൊണ്ടാണ് പലരും അത് ഡോക്ടർ നമ്മൾ ഒരു തവണ മരുന്ന് കൊടുത്ത് അവർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങുന്ന പേഷ്യൻസ് ഉണ്ട്. ഡോക്ടറെ ന്യൂമോണിയ എന്നാവും. ഞങ്ങൾക്ക് അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? അത് മുമ്പ് ഇതേപോലെ വന്ന് കോസ്മോയിൽ കൊണ്ടുപോയപ്പോൾ അവർ ICU യൂണിറ്റിൽ 5 ദിവസം ന്യൂമോണിയ എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് റൂമിലോട്ടോ അല്ലെങ്കിൽ വാർഡിലോട്ടോ മാറ്റി. പക്ഷെ ഡോക്ടർ കഴിഞ്ഞ തവണ മരുന്ന് തന്നപ്പോൾ ഇതേ കണ്ടീഷനിൽ കുറഞ്ഞു എന്ന് അവർ തന്നെ അനുഭവം പറയാറുണ്ട്. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അവർ വരുന്നത്. അപ്പം നമ്മളിത് പറയണം, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോൾ കുട്ടിയുടെ അടുത്തിരുന്ന് ചെയ്യും പോലെ കറക്റ്റായിട്ട് വിയർപ്പ് തുളച്ചും മരുന്ന് കൊടുത്തും വെള്ളം കൊടുക്കുക. കാരണം അവിടെ ട്രിപ്പ് കൊടുക്കണതിന് വരെ നമ്മൾ കുറേശ്ശെ ഇത് കൊടുക്കുക. പിന്നെ അത് കൂടാതെ നമ്മൾ അക്യൂട്ട് പോളിക്രസ്റ്റുകളൊന്നും കൊടുക്കാറില്ലേ? അക്യൂട്ട് പോളിക്രസ്റ്റ് അത് നമ്മൾ അപ്പോഴത്തെ സിംറ്റം അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള മരുന്നുകൾ മാറ്റി കൊടുക്കാം. പക്ഷേ എങ്കിലും ഞാൻ മെയിനായിട്ട് ഈ മരുന്നുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആന്റിമാഴ്സ്, വരാട്രമറൈഡ്, ട്യൂബർക്കുലിനും 1000. ഒന്നുകൂടെ പറഞ്ഞല്ലോ. പ്രയോണിയ അതൊക്കെ നമ്മൾ അതല്ലേ പറഞ്ഞ. അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഈ കാലി ഗ്രൂപ്പുകൾ ഞാൻ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കൊടുക്കാറില്ല. ഇല്ല, കാരണം അത് ടെമ്പറേച്ചർ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ ചില കാലി ഗ്രൂപ്പ് മെഡിസിൻസ് കൊടുക്കുമ്പോൾ അത് അഗ്രവേറ്റ് ചെയ്യണം. അത് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല.
ഞാൻ അതൊക്കെ ബുക്കിലും അങ്ങനെ വായിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചറുള്ള കണ്ടീഷനിൽ കാലി ഗ്രൂപ്പ് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന്. ടെമ്പറേച്ചർ ഉള്ളപ്പോ. അതെ. ഇപ്പൊ പിന്നെ ഈ സീസണില് പ്രത്യേകിച്ച് എന്താണ് അസുഖങ്ങൾ ഉള്ളത്? സീസണിൽ ഇപ്പോഴ് പിന്നെ ചിക്കൻ പോക്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഹെർപ്പസ് സോസ്റ്റ് വരുന്നുണ്ട്. ഹെർപ്പസ് സോസ്റ്റ് യഥാർത്ഥത്തില് ഞാൻ പറഞ്ഞ ഹെർപ്പസ് സോസ്റ്റ് അലോപ്പതി ഡോക്ടർമാർ പോലും പല കേസും കണ്ടിട്ടില്ലാത്ത ഡോക്ടർമാർ, അലോപ്പതി മെഡിക്കൽ കോളേജിലൊക്കെ ഇരുന്ന വലിയ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർമാർ പോലും ഹെർപ്പസ് സോസ്റ്റ് കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ വയ്യാതെ മരുന്ന് കൊടുത്തിട്ട് കുറയാതെ നമ്മുടെ അടുത്ത് വന്ന കേസുകളുണ്ട്. ഈ ചില ഹെർപ്പിസ് സോസ്റ്റർ വന്നവർക്ക് ഭയങ്കര വേദനയും നീറ്റലും ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പൊ അലോപ്പതിയിൽ അവര് കുറെയൊക്കെ വെളിരാജ്യങ്ങളിലൊക്കെ അവർ അങ്ങോട്ടുള്ള നെർസ് കട്ട് ചെയ്ത് കളയുമെന്നാണ് പറയുന്നത്, ആ പെയിൻ അറിയാതിരിക്കാൻ വേണ്ടി. നമുക്ക് നമ്മുടെ മെഡിസിനൊക്കെ അല്ല, കിംസിൽ ഞാൻ പറഞ്ഞുതരാം, ഹെർപ്പസ് ഹോസ്പിറ്റൽ കിംസ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രത്തെ വലിയ ഹോസ്പിറ്റലാണ്. അവിടെ ട്രീറ്റ് ചെയ്ത് അസുഖം കുറഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ടും പുള്ളിക്ക് ഈ പെയിൻ വരുമ്പോൾ അറിയാതെ വിളിച്ചുകൊണ്ട് ഡോക്ടറെ ആളുകളുടെ ഇടയിൽ നിന്നൊന്ന് പറഞ്ഞിട്ട് നമ്മൾ റാനങ്കുലസും റെസ്റ്റോക്സും ഒക്കെ കൊടുത്ത് അത് കുറഞ്ഞ കേസുകളുണ്ട്. അതിന് അത് കഴിക്കേണ്ട സമയത്ത് കൊടുക്കാത്ത കൊണ്ടായിരിക്കും അല്ലേ? അതെ അതെ. കാരണം വൈറൽ ഡിസീസുകൾക്ക് അലോപ്പതിയിൽ സ്പെസിഫിക് ആയിട്ട് മെഡിസിൻസ് ഇല്ല. അപ്പൊ അവര് ആന്റിബയോട്ടിക്സും സ്റ്റീറോയിഡ്സും ഒക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും സപ്രസ് ചെയ്ത് നിർത്തുകയല്ലേ ചെയ്യുന്നല്ല, ക്യൂർ ഇല്ലല്ലോ. ഇതാകുമ്പോ ആ നെർവിൽ ചെന്ന് ആക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും കുറയുന്നത്. നമ്മുടെ മരുന്നിന്റെ ആക്ഷൻ അറിയാന്നുള്ളവർക്ക് അറിയാം, പക്ഷെ അത് സ്ഥിരമായിട്ട് മരുന്ന് നമ്മൾ കഴിക്കുന്നവർക്ക് അതിന്റെ ആ കോൺഫിഡൻസ് വരും. അല്ലാതുള്ള ആളുകൾക്ക് ഇത് കുറയും. മനസ്സിനൊരു വിശ്വാസം വേണമല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത് ഒരു രോഗി വന്നാൽ നമ്മുടെ അടുത്ത് ഇന്ന ഡോക്ടറെ അടുത്ത് പോയാൽ എൻ്റെ അസുഖം കുറയും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി വരുന്ന രോഗികൾക്ക് 100% അസുഖം കുറയും. അതേസമയം ഒരു വിശ്വാസവും ഇല്ലാതെ വരുന്നവർക്ക് ഇപ്പൊ ഈവൻ നമ്മൾ കറക്റ്റ് മെഡിസിൻ കൊടുത്താൽ പോലും ഒരു പരിധി വരെയൊക്കെ അവർക്ക് അസുഖങ്ങൾ ആശ്വാസം കാണും. അതാണ് മനസ്സിന്റെ പ്രാധാന്യം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറും. എല്ലാ കേസിലും ഇല്ല, അക്യൂട്ട് എമർജൻസി ഒന്നും നമുക്ക് പറ്റൂല. പക്ഷെ ഈ അക്യൂട്ട് എമർജൻസി എന്ന് പറയുന്ന ഒരു ഇതാണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട് എന്ന് എനിക്ക് പല കേസിലും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ചിലരൊക്കെ ന്യൂമോണിയ ആയതുകൊണ്ട് ഞാൻ അലോപ്പതി ആശുപത്രിയിലോട്ട് വിട്ടെന്ന് പറയാറുണ്ട് ഇതില്. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കിയിട്ട് കൺഫേം ചെയ്യും അല്ലേ? അതെ. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാതെ തന്നെ മിക്കവാറും ചില കേസുകളിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യേണ്ടി വരും. ചിലതിൽ നമുക്ക് സിംറ്റം വെച്ച് തന്നെ കുറെയൊക്കെ അറിയാൻ കഴിയും. ഹോസ്പിറ്റലേറ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ തന്നെ കുറെയൊക്കെ അറിയാൻ കഴിയും. പിന്നെ ഈ ന്യൂമോണിയ ഒരു തവണ വന്നിട്ടുള്ള ആൾക്കാർ അലോപ്പതി ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളവര് കൂടെ ഉള്ളവർ തന്നെ പറയും അത് തന്നെ നമുക്കറിയാം, ഇതേ സിംറ്റം തന്നെയായിരുന്നു അന്ന് വന്നതെന്ന് അവര് തന്നെ ഇങ്ങോട്ട് പറയാറുണ്ട്. വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതില്, ഓരോരുത്തരുടെ അനുഭവങ്ങൾ വേറെ ഇതുപോലെ എന്തെങ്കിലും അവരവരുടെ നമ്പൂതിരി സാറുണ്ടോ? നമ്പൂതിരി സാറില്ല, എത്താത്തത് കൊണ്ടാണ്, സംസാരിക്കാത്തത് നമ്മള് ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. സാറ് എത്തുമ്പോ ഒന്ന് സംസാരിക്കണേ. കിട്ടിയിട്ടുണ്ട് ഇല്ലേ? കേൾക്കുന്നില്ല? ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എപ്പോഴാ പോകുന്നതെന്നും പറയാൻ പറ്റില്ല. സാറ് പറഞ്ഞു. അപ്പൊ ശരിക്കും ഞാൻ രോഗത്തിന്റെ അവസാന ഘട്ടത്തില് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വർദ്ധിച്ച് സംസാരിക്കാനോ അനങ്ങുവാനോ വൃത്തിയില്ലാതെ വണ്ണം ശ്വാസവിമിഷ്ടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ശ്വാസവിമിഷ്ടത്തിനെ കുറിച്ച് പറഞ്ഞു. ജലവും കട്ടിയായ കഫവും ചുമച്ചു തുപ്പുക, ഇൻഡസ്ട്രീനിലേക്ക് രോഗത്തിന്റെ ശക്തി വർദ്ധിച്ച് ഡയറിയ ഉണ്ടാവുക, തൊണ്ടത്ത് രോഗം ബാധിച്ച് ഒറ്റയടപ്പ് ഉണ്ടാവുക, വായു പൊട്ടിയഴുക, പാദങ്ങളിൽ കുറേശ്ശെ നീരുണ്ടാവുക എന്നിവ എല്ലാ ലക്ഷണങ്ങളും ട്യൂബർകുലോസിസിൽ അവസാനമായി നമുക്ക് കാണാൻ കഴിയും. രോഗിയിൽ കാണപ്പെടുന്ന ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും വളരെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും രോഗിയുടെ മനസ്സ് എപ്പോഴും സന്തോഷമുള്ളതും ആശയുള്ളതുമായിരിക്കും. ഈ നല്ല ചുമ മാറിയാൽ ഈ രോഗത്തിന് ആശ്വാസം കിട്ടുമെന്ന് രോഗി പറയുക വളരെ പതിവാണ്. അതൊരു പ്രധാന ഒരു ഐഡന്റിഫിക്കേഷൻ തന്നെയാണ്. ട്യൂബർകുലോസിസ് രോഗികൾ ഒരിക്കലും നിരാശരല്ല. അവര് ഇത് കഴിഞ്ഞാൽ ഉടനെ മാറും ഉദ്ദേശിക്കുന്ന ആൾക്കാർ. രോഗിയുടെ മുഖത്ത് നമ്മൾ നോക്കിയാൽ നല്ല തെളിവും പ്രകാശവും ധാരാളമായി ഉണ്ടായിരിക്കും ട്യൂബർകുലോസിസ് രോഗികൾ. പിന്നെ രോഗം കണ്ടുപിടിക്കുന്നതിന്റെ എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, രോഗിയെ സൂക്ഷിച്ച് നോക്കിയാൽ
ക്ലാവിക്കിൾ രണ്ടും മുന്നോട്ട് തള്ളി നിൽക്കുന്നതും അതിന് താഴത്തെ ഭാഗം നെഞ്ചു പരന്ന് കുഴിഞ്ഞിരിക്കുന്നതുമായിട്ടും കാണാം. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നെഞ്ചു വേണ്ടതുപോലെ വികസിക്കാതെ ഇരിക്കുന്നതോ രോഗം വളരെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നെഞ്ചിൽ ഭാഗത്ത് മാത്രം ഇളകുന്നതായിട്ട് നമുക്ക് കാണാം. നെഞ്ചിന്റെ അടിഭാഗം മാത്രം ഇളകുന്നതായിട്ട് കാണാം. ശ്വാസോച്ഛ്വാസം കട്ടിയായി ചുരുങ്ങി ശ്വാസകോശം കട്ടിയായി ചുരുങ്ങി പോകുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. രോഗിയുടെ ശരീരം മുഴുവൻ മെലിഞ്ഞ് വിളറി തൊലി തുളുങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. രോഗിയെ നമ്മളൊന്ന് സൂക്ഷിക്കുമ്പോൾ ഈ 3 കൂട്ടം സൂക്ഷിച്ചു നോക്കിയാൽ ക്ലാവിക്കിൾ രണ്ടും മുന്നോട്ട് തള്ളി നിൽക്കുന്നു, അതിന്റെ കീഴ്ഭാഗം പരന്ന് കുഴിഞ്ഞിരിക്കുന്നു ആയിട്ട് കാണാം എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. നമ്മൾ ഈ രോഗത്തെ പറ്റി കൺഫർമേഷൻ ചെയ്യാനായിട്ട് നെഞ്ച് അളന്നു നോക്കുക എന്നുള്ളതാണ്. നിശ്വസിച്ചു കഴിഞ്ഞ ശേഷം ഒരു ചരട് കൊണ്ട് മുലയുടെ താഴത്ത് വശം ചുറ്റോട് ചുറ്റും അളന്നു നോക്കുക. കഴിയുന്നത്ര ശ്വാസം ഉള്ളിലേക്ക് വലിച്ച ശേഷം വീണ്ടും മേൽ പറഞ്ഞ പോലെ അളക്കുക. ആദ്യം നമ്മൾ ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിട്ടതിന് ശേഷം അളക്കുക, പിന്നെ ശ്വാസം ഉള്ളിലേക്ക് വിട്ടതിന് ശേഷം അളക്കുക. ഇങ്ങനെ 2 അളവുകൾ തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം കുറഞ്ഞു വരുവാണെങ്കിൽ രോഗം കൂടുതലായിട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അളവ് നമ്മൾ വ്യത്യാസം എത്രമാത്രം കുറയുന്നു അത്രയ്ക്ക് രോഗം വർദ്ധിച്ചിരിക്കുന്നു തന്നെയാണ് നമ്മൾ പറയാം. കാരണം ശ്വാസകോശങ്ങളിലേക്ക് വായു കയറുന്നില്ല. രോഗം അധികം ബാധിച്ചിരിക്കുന്ന ശ്വാസകോശത്തിന്റെ ഏത് ഭാഗത്താണെന്ന് അറിയാൻ ഇതിന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെ നമുക്ക് അളന്നു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ക്ലാവിക്കിളിന്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ രോഗം ബാധിച്ച ഭാഗത്ത് തൊട്ടു നോക്കിയാൽ രോഗി സംസാരിക്കുമ്പോൾ ശബ്ദം കയ്യുമ്മേൽ കൂടി പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ രോഗി നമ്മൾ ആ തൊട്ട് നോക്കുമ്പോൾ ക്ലാവിക്കിളിന്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ രോഗം ബാധിച്ച ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കിയാൽ കൂടി നോക്കിയാല് ഈ ടെലസ്കോപ്പ് വെച്ചാൽ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ടെലസ്കോപ്പ് പരിശോധിച്ചാല് ഈ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവുന്ന ലക്ഷണങ്ങള് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ദീർഘമായ ഒരു ശക്തിയുള്ള ശബ്ദം കേൾക്കാം. അതായത് ഇടയിട്ട് 2ആയിട്ടാണ് ഇത് കേൾക്കുന്നത്. ആദ്യം ദീർഘമായ ഒരു ശബ്ദം, പിന്നീട് ശക്തമായ ഒരു ശബ്ദം. അപ്പൊ 2 ശബ്ദമാണ് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് കേൾക്കേണ്ടത്. ആദ്യം ദീർഘമായ ഒരു ശബ്ദം, പിന്നീട് ശക്തമായ ഒരു ശബ്ദം. സാധാരണ രോഗത്തിന് ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുക. പിന്നെ ഇത് കൂടാതെ നെഞ്ചിൽ കഫം കെട്ടി ഒരുതരം ശബ്ദം ഉണ്ടാകാറുണ്ട്. ഇത് ചുമയ്ക്കുമ്പോൾ തൽക്കാലം ആശ്വാസം. ഈ രോഗബീജം കൊണ്ട് ശ്വാസകോശത്തിന്റെ ഭാവവ്യത്യാസം വന്ന ശേഷമാണെങ്കിൽ ചെസ്റ്റ് പരിശോധിച്ചാൽ കഫക്കെട്ട് മൂലമുണ്ടാകുന്ന പലതരം ശബ്ദങ്ങൾ ചെസ്റ്റിൽ നമുക്ക് കേൾക്കാം. ഇതുകൂടാതെ ശ്വാസക്കുഴലിൽ വായു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ശബ്ദം തെളിവായി കേൾക്കാം. ശ്വാസകോശത്തിന് ദ്വാരം ഉണ്ടായി കഴിഞ്ഞാൽ ലോഹത്തിന്റെ ശബ്ദമോ ഗുഹയിൽ നിന്നുണ്ടാകുന്ന വായു പോകുന്ന പോലെയുള്ള ശബ്ദമോ മുഴക്ക ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. രോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒറ്റയടപ്പ്, ഭക്ഷണപാനീയങ്ങൾ ഇറക്കുവാൻ പ്രയാസം, അനങ്ങുമ്പോൾ നെഞ്ചിടിപ്പ് എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. തൊലി വിളറി മറുവശത്ത് കാണത്തക്ക സ്ഥിതിയിലായിരിക്കുക, അതിവിയർപ്പ്, സാധാരണ വിളറിയിരിക്കുന്ന മുഖം, വികാരങ്ങൾ ഉണ്ടായാൽ മുഖം ചുവക്കുക, വിരലിന്റെ അഗ്രം വീർക്കുക, നഖം ഉള്ളിലേക്ക് വളരുക, താഴത്തെ വരി പല്ലിന്റെ താഴെയായി മോണയിൽ ഒരു ഇരുണ്ട രേഖ ഉണ്ടാവുക എന്നിവ ഈ രോഗത്തിന് സാധാരണ കണ്ടുവരുന്നതാണ്. അപ്പോൾ തൊലി വിളറി മറുവശത്ത് കാണത്തക്ക രീതിയിലായിരിക്കുക, അതിവിയർപ്പ്, സാധാരണ വിളറിയിരിക്കുന്ന മുഖം, വികാരങ്ങൾ ഉണ്ടായാൽ മുഖം ചുവക്കുക, വിരലിന്റെ അഗ്രം വീർക്കുക, നഖം ഉള്ളിലേക്ക് വളരുക, താഴത്തെ വരി പല്ലിന്റെ താഴെയായി മോണയിൽ ഒരു ഇരുണ്ട രേഖ ഉണ്ടാവുക എന്നിവയെല്ലാം ഈ രോഗത്തിന് പ്രത്യേകതയായി കാണാവുന്നതാണ്. കാരണങ്ങൾ: ജന്മന ഉണ്ടാകുന്ന സ്കോഫുല ദേഹപ്രകൃതി, സ്കോഫുല ദേഹപ്രകൃതി പറഞ്ഞാൽ നമുക്കറിയാം തലവിയർപ്പ്, വയറു ചാടല്, പെരുമുട്ട്, നെഞ്ചുദ്ധല്, കടല വീക്കം മുതലായ ലക്ഷണങ്ങളോട് കൂടി ഉണ്ടാകുന്ന ഒരു ദേഹപ്രകൃതിയാണ് നമ്മുടെ സ്കോഫുല ദേഹപ്രകൃതി എന്ന് പറയുന്നത്. ഇത് ജന്മന ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ
അങ്ങനെയുള്ള ആളുകളിൽ ട്യൂബർകുലോസിസ് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് രോഗം ഉണ്ടായിരിക്കുക എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ സംശയിക്കണം. പിന്നെ ശുദ്ധവായു, വെളിച്ചം, ആയാസം എന്നിവ വേണ്ട പോലെ ഇല്ലാത്ത ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെയും നമ്മൾ ഈ രോഗമായിട്ട് വരുമ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ശരിയായ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിൽ ഉള്ള ആളുകളാണെങ്കിൽ അവരും ഈ രോഗത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കണം. പിന്നെ ശരീരത്തിൽ സ്ഥിരമായി ക്ഷീണം തട്ടുന്ന അവസ്ഥകൾ, അതായത് കൽക്കരി അല്ലെങ്കിൽ ഇരുമ്പ് അല്ലെങ്കിൽ കല്ല് പണി, ഇങ്ങനെയുള്ള പണികൾ നടത്തുന്ന ആൾക്കാരാണ് വരുന്നതെങ്കിൽ അവർക്കും ഈ ലക്ഷണങ്ങളെല്ലാം വരികയാണെങ്കിൽ നമ്മൾ ശ്വാസകോശത്തിൽ പൊടി തട്ടിയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ട്യൂബർകുലോസിസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പിന്നെ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് മുതലായ രോഗങ്ങളുടെ പിന്നാലെ ഈ രോഗം ചിലരെ ബാധിക്കുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ന്യൂമോണിയയും ബ്രോങ്കൈറ്റിസും ഒക്കെ വന്നതിന് ശേഷം വീണ്ടും പനിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അത് ട്യൂബർകുലോസിൽ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ 15 മുതൽ 25 വരെ പ്രായമുള്ളവരെയാണ് ഈ രോഗം മറ്റുള്ളവരെക്കാൾ കൂടുതലായി നമ്മൾ ബാധിച്ചു കാണുന്നത്. അപ്പൊ ആ ഏജിൽ വരുന്ന ആളുകളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ കാലാവധി സാധാരണ 9 മാസം മുതൽ 2 അധികോ വർഷം വരെ ഈ രോഗം നീണ്ടു കിടക്കുന്നതായി കാണാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന രോഗമാണെങ്കിൽ ശ്വാസകോശങ്ങൾ രണ്ടിലും പടർന്ന് വ്യാപിച്ച് 2 3 മാസങ്ങൾക്കങ്ങ് രോഗിയെ മരണത്തിലേക്ക് തള്ളിവിടാം. ഈ രോഗത്തോടുകൂടി വിശപ്പില്ലായ്മ, വയറിളക്കം എന്നിവ കണ്ടാൽ രോഗിക്ക് തൻ്റെ ശരീരത്തിൽ നേരിടുന്ന നഷ്ടം നികത്തക്കവണ്ണം പോഷണാംശം സ്വീകരിക്കാൻ പ്രാപ്തിയില്ലാതെ രോഗം വർദ്ധിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് രോഗി മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ രോഗിയിൽ ദഹനേന്ദ്രിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ ആ രോഗം തൽക്കാലം നീണ്ടു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. രോഗം വളരെ വർദ്ധിച്ചിരിക്കുന്ന ആളുകളോട് അടുത്ത് പെരുമാറിയാൽ രോഗം പകരാനുള്ള സാധ്യതകളുണ്ട്. ഇനി സഹായക്രിയകൾ. വേഗം ദഹിച്ച് ദേഹത്തെ പോഷിപ്പിക്കാൻ തക്കതായ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുക. മുട്ട, പാല്, മത്സ്യം, മാംസം, പ്രത്യേകിച്ച് വെജിറ്റബിൾസ് തന്നെ വെണ്ടക്കായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കോഡ് ലിവർ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആയാസം നടക്കുക എന്നുള്ളത് എല്ലാ രോഗികളും സൗണ്ട് കുറവാണല്ലോ സാറേ. റേഞ്ച് പോവാനായിരുന്നു. റേഞ്ച് പോയോ? അല്ല, സൗണ്ട് ഇത്തിരി കുറവ്. ആയാസം, നടക്കുക, ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്ത് കിടന്ന് ക്രമമായും, ആയാസം ഞാൻ പറഞ്ഞ എക്സസൈസ് വളരെ പ്രധാനമാണ്. ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്ത് കിടന്ന് ക്രമമായും സാവധാനത്തിലും വായു ഉള്ളിലേക്ക് വലിച്ച് ശ്വാസകോശത്തിൽ നിറച്ച് കുറച്ചു സമയം നിർത്തിയ ശേഷം സാവധാനം പുറത്തേക്ക് വിടുന്ന രീതി ശീലിക്കണം. രോഗി അത് ശീലിച്ചേ മതിയാവും. കുറച്ചു സമയമെങ്കിലും ഇത് ചെയ്യുകയും ചെയ്യണം. ഇത് തുടരെ ചെയ്താൽ ശ്വാസകോശത്തിന്റെ അളവ് വർദ്ധിക്കുകയും ഉള്ളറകളിൽ വായു പ്രവേശിച്ച് അതിന്റെ കേട് ഒരു പരിധി വരെ നീങ്ങിപ്പോകുവാനും സാധിക്കും. അപ്പൊ ഈ എക്സർസൈസ് വളരെ കൃത്യമായി രോഗികളോട് ചെയ്യാൻ നമ്മൾ പറയണം. പിന്നെ ദിവസവും രാവിലെയും വൈകിട്ടും കുളിക്കുകയും അതിനുശേഷം പരുപരുത്ത തുണി കൊണ്ട് ദേഹം തിരുമ്മി ചൂടാക്കുകയും വേണം. ശുദ്ധവായു ധാരാളം കിട്ടുന്ന സ്ഥലത്ത് താമസിക്കാൻ കഴിയുന്നവരെ അങ്ങനെ ചെയ്യാൻ പറയണം. അമിത ഭക്ഷണം, അമിത ആയാസം ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇനി പ്രായോഗിക ചികിത്സയാണ് ഇതിന് പറയുന്നത്. ഇത് പ്രായോഗിക ചികിത്സ എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം പല ആൾക്കാർക്കും പല രീതിയായിരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പം ഞാൻ ചികിത്സിക്കാറില്ല. നേരത്തെ ചികിത്സ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രായോഗിക ചികിത്സ എന്ന് പറയുമ്പോൾ ഞാൻ ചികിത്സിക്കുന്നത് മറ്റൊരാൾക്ക് അതുപോലെ ആയിരിക്കണമെന്നില്ല. ഇത് എങ്ങനെയാണ് ചികിത്സിക്കുന്നത് ചോദിച്ചാൽ മറുപടി ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയാം. ബാസിലിനം ആഴ്ചയിൽ ഒരിക്കൽ 1 ഡോസ് വീതം കൊടുക്കും. 200 ആണ് കൊടുക്കുക. തൽക്കാലം രോഗിയിലുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ച് അപ്പോഴപ്പോൾ മരുന്നുകൾ നിശ്ചയിച്ചു കൊടുക്കും. കൂടാതെ ആഴ്സനിക് അയഡൈഡ് 3x 4 ഗ്രെയിൻ വീതം ദിവസം 3 പ്രാവശ്യം കൊടുത്തുകൊണ്ടിരിക്കും. കൂടാതെ 5-FOS 6x ക്ഷീണത്തിന് 3 നേരം 4 ഗ്രെയിൻ വീതം ചൂടുവെള്ളത്തിൽ കൊടുക്കും. ഈ ചില കേസുകളിൽ ബാസിലിനത്തിന് പകരം ആൾട്ടർനേറ്റ് ചെയ്ത് ട്യൂബർകുലിനം 200
കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ചില കേസുകളിൽ ഇങ്ങനെ ആസിലിനും ട്യൂബർക്കിളിനും ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന്റെ പ്രിപ്പറേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ എൻ്റെ ഒരു പ്രായോഗിക ചികിത്സ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കുറെ ഔഷധങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആദ്യം ഇത് എടുത്തപ്പോൾ പറഞ്ഞതുപോലെ തൽക്കാല രോഗിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ലക്ഷണാനുസരണം മരുന്നുകൾ നിശ്ചയിച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഔഷധങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അക്വണൈറ്റ്. ഈ രോഗം സംബന്ധിച്ച് നെഞ്ചിലുണ്ടാവുന്ന വേദന ഉണ്ടാവുമ്പോൾ അക്വണൈറ്റ് കൊടുക്കാം. 2, ആഴ്സനിക് ആൽവ്. നെഞ്ചിന്റെ വലത്ത് ഭാഗത്ത് സ്ഥിരമായി വേദന ഉണ്ടെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് ആഴ്സനിക് ആൽവ് പ്രയോജനം. 3, ബാപ്റ്റീഷ്യ. ഉച്ച കഴിഞ്ഞോ ഉച്ചയ്ക്ക് മുമ്പോ കുളിരും അതിന്റെ പിന്നാലെ കഠിനമായ പനിയും ആയിട്ട് വരുന്ന ആളുകളിൽ ബാപ്റ്റീഷ്യ നോക്കാവുന്നതാണ്. 4, ബെൽഡോണ. വലിച്ചിലോട് കൂടിയ ചുമ പകുതി രാത്രിയിൽ വർദ്ധിച്ചാൽ, പാതിരാത്രിയിൽ വർദ്ധിച്ചു കഴിയുമ്പോൾ, വലിച്ചിലോട് കൂടിയ ചുമ പകുതി രാത്രിയിൽ വർദ്ധിച്ചു കഴിയുമ്പോൾ അതിന് ബെൽഡോണ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ബ്രയോണിയ, ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലൂറസി കൂടെ കാണുകയാണെങ്കിൽ അനങ്ങുമ്പോൾ കുത്തുന്നത് പോലെയുള്ള വേദനയും നെഞ്ചിന്റെ പല ഭാഗത്തും വേദനയുണ്ടായാൽ ബ്രയോണിയ നമുക്ക് ശ്രദ്ധിക്കണം. കാൽക്കേരിയ കാർബ്, അതിരാവിലെ കട്ടിയുള്ള കഫം ചുമച്ച് തുപ്പുകയും ആ കഫം വെള്ളത്തിൽ വീണാൽ താണു പോവുകയും ചെയ്യുന്ന അവസ്ഥ വരികയാണെങ്കിൽ, ആ താണു പോകുന്ന അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ വായു അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കഫം താണു പോകുന്നത്. അത് അത്ര ഡീപ്പായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയാ. അതിങ്ങനെയുള്ള കട്ടിയുള്ള കഫം ചുമച്ചു തുപ്പുകയും കഫം വെള്ളത്തിൽ വീണാൽ താണു പോവുകയും ചെയ്താൽ കാൽക്കേരിയ കാർബ് ഉപയോഗിക്കാം. വൈകുന്നേരം ഒച്ചയടപ്പ് കാണുകയും ദുർഗന്ധത്തോടു കൂടിയ കഫം ചുമച്ചു തുപ്പുകയും ചെയ്താൽ കാർബോ വെജിറ്റബിൾസ് ഉപയോഗിക്കാം. മഞ്ഞ നിറത്തിൽ ദഹിക്കാതെ ഡയറിയ ഉണ്ടായാൽ ചൈന ഉപയോഗിക്കാം. സ്കാപ്പുലായുടെ മധ്യഭാഗത്ത് അതികഠിനമായ വേദനയും രക്തം ചുമച്ച് തുപ്പുകയും ചെയ്ത കേസുകളിൽ ഫെറമെറ്റ് ഉപയോഗിക്കാം. തൊണ്ടയിൽ ക്ഷയരോഗം ബാധിച്ച് ധാരാളം കഫത്തോടു കൂടി ചുമയുണ്ടായാൽ ഹെപ്പാർസൽ ഉപയോഗിക്കാം. അതിവിശപ്പും ധാരാളം ഭക്ഷണം കഴിച്ചാലും ശരീരം മെലിഞ്ഞു വരുന്ന കേളുകളിൽ അയഡം ഉപയോഗിക്കാം. ശരീരത്തിന്റെ പല ഭാഗങ്ങളും സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള, ശരീരത്തിന്റെ പല ഭാഗങ്ങളും സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള വേദനയും രോഗങ്ങളും, എല്ലാം രോഗങ്ങളും വെളുപ്പിനെ 3 മണിക്ക് അധികരിക്കുന്നതുമായിട്ട് കണ്ടാൽ കാലി കാർബ് കൊടുക്കാം. ലഡം, ക്ഷയരോഗത്തോടു കൂടി വാതലക്ഷണങ്ങൾ കണ്ടാൽ ലഡം നമുക്ക് ഉപയോഗിക്കാം. ലൈക്കോപോഡിയം ന്യൂമോണിയയ്ക്ക് ശേഷം ഉണ്ടാകുന്ന രോഗം ഉപ്പ് രസത്തിലുള്ളതോ ചലം ചുമച്ചു തുപ്പുക എന്ന് കണ്ടാൽ ഉപ്പ് രസത്തിലുള്ള ചലം ചുമച്ചു തുപ്പിയാൽ ലൈക്കോപോഡിയം ഉപയോഗിക്കാം. ലാക്കസിന് ഉറങ്ങിക്കഴിഞ്ഞ് ചുമ വർദ്ധിക്കുന്നു എന്നുള്ള ലക്ഷണം വെച്ചിട്ട് ലാക്കസിസ് ഉപയോഗിക്കാം. വലത്തുവശം വെച്ച് കിടന്നാൽ നിവൃത്തിയില്ലാതിരിക്കുക, വലത്തുവശം വെച്ച് കിടക്കാൻ നിവൃത്തിയില്ലാതിരിക്കുക എന്ന ലക്ഷണം വെച്ചിട്ട് മർക്സോൾ കൊടുക്കാം. തൊണ്ടയിലും വായിലും ഉണ്ടാകുന്ന വ്രണങ്ങളും അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ വരുമ്പോൾ നൈട്രിക് ആസിഡ് കൊടുക്കാം. പാതിരാത്രിക്ക് മുമ്പ് തൊണ്ട കുത്തി ചുമയുണ്ടായാൽ ഫോസ്ഫറസ് കൊടുക്കാം. ഉറങ്ങുമ്പോൾ ശരീരമാസകലം വരണ്ടുണങ്ങുകയും ഉണരുമ്പോൾ വിയർക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ സാംബൂക്കസ് നോക്കാവുന്നതാണ്. ധാരാളമായി കഫം കെട്ടിയുള്ള ചുമ, കൊഴുത്ത് തുരുമ്പിന്റെ നിറത്തിൽ ദുർഗന്ധത്തോടു കൂടിയ കഫം വരികയും ചെയ്യുമ്പോൾ സാങ്ക്വിനേറിയ കൊടുക്കാം. ദുർഗന്ധത്തോടു കൂടിയ ചലം ധാരാളം ചുമച്ചു തുപ്പുകയും കൽപ്പണിക്കാരായിട്ടുള്ള ആളുകളുമാണെങ്കിൽ സൈലീഷ്യ നോക്കാം. പാതിരാത്രി വരെ ചുമയ്ക്കുക, അതിനുശേഷം ചുമയ്ക്ക് ശകല ആശ്വാസം വരികയാണെങ്കിൽ സ്പോഞ്ചിയ ഉപയോഗിക്കാം. ശ്വാസവിമിഷ്ടം കൊണ്ട് സംസാരിക്കാൻ വിഷമം ഉണ്ടാകുന്ന അവസ്ഥയിൽ സ്റ്റാനമെറ്റ് ഉപയോഗിക്കാം. സ്റ്റാനം അയഡൈഡും ഇതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഉഷ്ണം തോന്നുന്ന അവസ്ഥയാണെങ്കിൽ സൾഫർ ഉപയോഗിക്കാം.
ദുർഗന്ധത്തോടുകൂടി പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും ജലം ചുമച്ചു തുപ്പിക്കൊണ്ടിരുന്നാൽ ക്രിയോസോട്ടം ഉപയോഗിക്കാം. ഓക്കാനം നെഞ്ചത്ത് തിളയ്ക്കുന്നത് പോലെ തോന്നലും ഉണ്ടായാൽ ഇപ്പിക്കാക്ക് ഉപയോഗിക്കാം. ഹമാമിരിസ് ഇരുണ്ട രക്തം വായിലേക്കോ യാതൊരു പ്രയാസവും കൂടാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹമാമിരിസ് ഉപയോഗിക്കാം. മദ്യപാനികൾക്ക് ഈ രോഗം വന്നുപെട്ടാൽ ഉണ്ടാകുന്നതിന് ഓപ്പിയം ഉപയോഗിക്കാം. കയ്പ് രസവും രക്തവും കലർന്ന കഫം ചുമച്ചു തുപ്പുന്നതിന് പൾസാറ്റില ഉപയോഗിക്കാം. അരി, ചോക്ക്, മണ്ണ്, ചായമട്ട് എന്നിവ ഭക്ഷിക്കാൻ തോന്നുന്ന കേസുകളിൽ അലുമിന ഉപയോഗിക്കാം. രാവിലെ ഒച്ചയടപ്പ് ജലദോഷം പിടിച്ചതിന് ശേഷം അതിനെ തുടർന്ന്, അതായത് ഈ രോഗികൾക്ക് ജലദോഷം പിടിച്ച് അതിനെ തുടർന്നുണ്ടാകുന്ന ചുമയ്ക്കാണെങ്കിൽ കോസ്റ്റിക്ക ഉപയോഗിക്കാം. ഇത്രയും മെഡിസിനാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇത് ഇടയ്ക്കൊക്കെ മുറിഞ്ഞു പോയി. ഞാൻ എന്നാലും കുറച്ചൊക്കെ അങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കേൾക്കാതെ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലോ ചോദിച്ചേ ഞാൻ പറയാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിർത്തുവാണ്, കാരണം നെറ്റ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനി 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞിടത്ത് നിന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് വീണ്ടും ഒന്നുകൂടെ എടുത്തു പറയാം. താങ്ക് യു. ഓക്കെ സാറേ, എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ. നെറ്റൊക്കെ കുറച്ചൊരു വീക്ക് ആയിരുന്നെങ്കിലും സാറ് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. അത്യാവശ്യം ട്യൂബർകുലോസിന്റെ കാര്യങ്ങളെല്ലാം, അതിന്റെ സിംറ്റംസും അതിന് ട്യൂബർകുലോസിന് ഉപയോഗിക്കാവുന്ന മെഡിസിൻ ഒരുപാടും സാറ് പറഞ്ഞു. പക്ഷെ സാറ് ഒരുപാട് ട്യൂബർകുലോസിസ് കേസുകൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്, ചികിത്സിക്കാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പം നമുക്ക് വളരെ ചാൻസ് കുറവാണ്. എങ്കിൽ പോലും ആർക്കെങ്കിലും ചികിത്സിക്കണമെന്ന് തോന്നിയാൽ അതിന്റെ വിവരങ്ങളെല്ലാം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ ആവശ്യാനുസരണം നമുക്ക് ഈ അസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാം ആവശ്യം വന്നാൽ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണേ. അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സാർ ക്ലാസ് എടുത്ത് എന്തെങ്കിലും കേൾക്കാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. മെഡിസിൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കേസ് ചോദിക്കാം. സമയം ഒട്ടും കളയണ്ട. ഇപ്പോഴാകുമ്പോൾ സമയമുണ്ട്, 10 മിനിറ്റോളം ഉണ്ട്. ശ്രീധരക്കുറുപ്പ് സാർ എത്തിയിട്ടുണ്ട്. സാറ് വല്ല ട്യൂബർകുലോസിസ് കേസുകൾ വല്ല സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും മെഡിസിൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇതൊക്കെ പറയാം സാറേ. സാറേ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഞാന് വീട്ടിലെ ഡ്രസ്സിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നേരിട്ട് വരുന്നില്ല, മുഖം കാണിക്കുന്നില്ല. ഓക്കെ, കാണിക്കുന്നില്ല, കട്ടന് പുറകില. ഞാൻ ആദ്യം ചികിത്സിച്ച, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ആദ്യം പ്രൈമറി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സാധനം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയാൻ മേല. ഞാൻ ആദ്യം ചികിത്സിച്ചത് 1976 ഒരു പ്രൈമറി കോംപ്ലക്സ്. ഇപ്പോഴും ഉണ്ട് സാറേ, ഇപ്പോഴും ഉണ്ട്. ഉണ്ടോന്ന് അറിയത്തില്ല. ഞാനധികം അത് കഴിഞ്ഞ് ചികിത്സിച്ചിട്ടതാ. അപ്പൊ അന്നേരം ആദ്യം ചികിത്സിച്ച കേസാണ് അത്. എൻ്റെ അയൽവക്കത്ത് ഒരാൾക്ക് മാടക്കടയാണ്, അയാളുടെ പൈസയും അയാളിങ്ങനെ ഇരുന്ന് കരയുക. അന്നേരം എൻ്റെ തൊട്ടടുത്ത്, എൻ്റെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്താണ് അയാളുടെ കട. അന്നേരം അയാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്നാ കരയുന്നത്. അന്നേരം പറഞ്ഞു, എൻ്റെ 2 പിള്ളേർക്കും അന്ന് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ കോട്ടയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു ഗോപിയുടെ ബ്രദറാണ്. അയാളാണ് ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, അയാളാണ് അവിടുത്തെ ഡോക്ടർ, പ്രധാനപ്പെട്ട ഡോക്ടർ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ. അയാൾ പറഞ്ഞു ട്രീറ്റ് ചെയ്തിട്ട് കുറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പം എൻ്റെ പൈസ ഇല്ല. എന്നാ ഏതായാലും അന്ന് ഇൻഡിക്കേഷൻ വന്നത് ഈ സ്വെറ്റിംഗ് ഓഫ് ദി ഹെഡ്, ക്രേവിംഗ് ഫോർ എക്സ്. നിങ്ങൾക്ക് മരുന്ന് പ്രധാനപ്പെട്ട പോയിന്റേ പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾക്കെല്ലാം പിടികിട്ടി കാണും. ഇത് പ്രൈമറി കോംപ്ലക്സ് ആണെങ്കിലും ഫാറ്റി പ്ലാബി ഫെയർ ഇതാണ്. കുട്ടികൾ 2 പേരുണ്ട്. ഒന്ന് ചേർത്ത് 2 വയസ്സിന്റെ ഉറപ്പുള്ളൂ, ഒന്നിന് 10 വയസ്സായി, മറ്റേന് 7 8 ആയി കാണും. ഏതായാലും കാൽക്കറി കാർബ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. ഞാൻ അന്നും കൊടുത്തത്
പട്ടേൽ സാർ എന്നെ കാണിച്ചു തന്നിട്ടുള്ളത് 0/3 തന്നെയാണ് കൊടുത്തത്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ട്യൂബർക്കുലിനം കൊടുത്തിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം 1 ഡോസ്, ഡിവൈഡഡ് ഡോസാണ് കൊടുത്തത്. ഏതായാലും അത് കംപ്ലീറ്റ് കുറഞ്ഞു. ഞാൻ പൈസയൊന്നും ചോദിച്ചില്ല. പുള്ളി പോകുമ്പം അന്നത്തെ കാലല്ലേ, 75 76 കാലഘട്ടം, 1 രൂപ അല്ല 2 രൂപ മേശപ്പുറത്ത് വെച്ചിട്ടങ്ങ്. ഞാനത് നോക്കാറില്ല, അതിപ്പം നോക്കാറില്ല പൈസ കിട്ടുന്നു. ഏതായാലും അതിൻ്റെ ആദ്യത്തെ അനുഭവമാണ്. പിന്നെ രണ്ടാമത്തെ, എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് രാവിലെ ഇരുന്ന് ചുമയ്ക്കുക, എഴുന്നേൽക്കുമ്പോൾ എല്ലാം ചുമയ്ക്കുമ്പോൾ അറിയാതെ പൊറി പോവുക, ഗ്യാസ് പോവുക. പിന്നെ അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരിക, രാവിലെ എഴുന്നേറ്റ് പല്ല് നിൽക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക. വന്ന് ഈ ആള് കോട്ടയത്ത് ഈ പറഞ്ഞോട്ട് കൊണ്ടുപോയി, കോട്ടയാണ് സ്ഥലം, അത് ഛർദ്ദിക്കാൻ വരിക. അത് ഞാൻ റെപ്പർട്ടൈസ് ചെയ്തു. അന്നും കുറേശ്ശേ അറിയത്തുള്ളൂ, അത്ര ശരിയായിട്ട് അറിയത്തില്ല, എങ്കിലും റെപ്പർട്ടൈസ് ചെയ്തു. നോക്കിയപ്പം കോക്കസ് കാക്ടി എന്ന് പറയുന്ന ഏർലി മോർണിംഗ് അഗ്രവേഷനാണ്. അപ്പം അവിടെ പോയി, കോട്ടയത്ത് പോയി ഇതെല്ലാം ചെയ്തിട്ടും ഇഞ്ചക്ഷനൊന്നും എടുത്തിട്ടും കുറയാഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക. അന്നേരം ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മളെക്കുറിച്ച് ഈ ഇത് പ്രൈമറി കോംപ്ലക്സ് ഒക്കെ ഹോമിയോപ്പതി കൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്ന ആരും നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല, നമുക്കൊക്കെ വലിയ അനുഭവമില്ല. ഏതായാലും മൊഡാലിറ്റി, സെൻസേഷൻ, ലൊക്കേഷനൊക്കെ വെച്ചിട്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ കോക്കസ് കാക്ടി എന്ന് പറഞ്ഞ മരുന്നവിടെ, അത് അന്ന് കോട്ടയത്ത് കുറച്ച് ഷോപ്പുകളുണ്ട്, ബസ് സ്റ്റാൻഡിനെതിരെ, അവിടെ ചെന്ന് മേടിച്ച് കൊടുത്തിട്ട് കുറവില്ല. പിന്നെ ഞാൻ തന്നെ ചെന്നപ്പോൾ അയാൾ കോക്കസ് കാക്ടി ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി മരുന്ന് മാറിയ കൊടുത്തത്. പട്ടേൽ സാറിൻ്റെ അവിടെ പോയി, അവിടെ ചെന്ന് കോക്കസ് കാക്ടി ഞാൻ തന്നെ കൊടുത്തു കഴിഞ്ഞപ്പം ഒറ്റയാഴ്ച കൊണ്ട് ആ ചുമ നിന്നു, കംപ്ലീറ്റ് കുറഞ്ഞു. രണ്ടാമത്തെ അനുഭവം ഇനി ട്യൂബർക്കുലോസിസ് ഞാൻ ഒരു കേസ് ഒരു 3 വർഷം മുമ്പ് ഒരു ഹോമിയോപ്പതി ഡോക്ടറെ തന്നെ മകളെ ട്രീറ്റ് ചെയ്തു. അച്ഛൻ മരിച്ചു പോയി. പിന്നെ നാത്തൂന് ഹോമിയോപ്പതി ഡോക്ടറാണ്. അവർ കഫം തുപ്പുക, ബ്ലഡ് സ്റ്റെയിൻഡ് സ്ഫൂട്ടമാണ്. അത് പലയിടത്തടുത്ത് പോയിട്ടും ഹോമിയോപ്പതി ഡോക്ടർമാർ പലരും ചികിത്സിച്ചു, എന്നിട്ടും കുറഞ്ഞില്ല. ഞാൻ ആദ്യം കൊടുത്തത് ട്യൂബർക്കുലിനം മണ്ണം ഒരു ഡിവൈഡഡ് ഡോസ് കൊടുത്തതിന് ശേഷം ഞാൻ കൊടുത്ത ആഴ്സനിക് അയോഡേറ്റവും നേട്രൽ സൾഫർ 6/6 ഏതായാലും 1 മാസം കഴിഞ്ഞപ്പം ഭയങ്കര സ്വെറ്റിംഗ് സിംറ്റംസ് ഇതൊക്കെയാണ്. ബ്ലഡ് സ്റ്റെയിൻഡ് സ്ഫൂട്ടം, വൊമിറ്റിംഗ്, ബ്ലഡ് സ്റ്റെയിൻഡ് സ്ഫൂട്ടം, ഫീവർ ഇൻ ദി നൈറ്റ്, സിവിയർ വീക്ക്നെസ്, ആൻസൈറ്റി, ഇതെല്ലാം വെച്ചിട്ട് ആഴ്സനിക് അയോഡേറ്റാണ് കൊടുത്തത്. സിവിയർ വീക്ക്നെസ് ഇതെല്ലാം വെച്ച് ആഴ്സനിക് അയോഡേറ്റം, നേട്രൽ സൾഫർ 6/6 കൊടുത്തു, 1 ഡോസ് ട്യൂബർക്കുലിനം മണ്ണും കൊടുത്തു. കംപ്ലീറ്റ് 2 to 3 വീക്സ് കൊണ്ട് കംപ്ലീറ്റ് കുറഞ്ഞു, തീർത്തും മാറി. പിന്നെ വന്നിട്ടേ ആളങ്ങ് പിന്നെ തടി വെച്ചു. അപ്പം അങ്ങനെ ഏതാനും കേസുണ്ട്. ഇപ്പം ഇവിടെ 10-24 വേറെ പലർക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ട്. ഏതായാലും നമ്മുടെ PKK നമ്പൂതിരി ഇതൊക്കെ കാണിച്ച് ഒരു ബുക്ക് എഴുതണമെന്നാണ് പറയുന്നത്. ഞാൻ ഈയിടെ ഒരു ബുക്ക് എഴുതി ഇംഗ്ലീഷിൽ, മൈ എക്സ്പീരിയൻസ് ഇൻ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ്, എക്സ്പീരിയൻസ് വിത്ത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ് ഒരു 55 കേസ് ഇതുപോലെ കുറയാതെ വന്ന പല കേസുകളും ഞാൻ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യമുള്ള ഒരു കേസ് ഇതാണ്, ക്ലോസാറ കൊണ്ട് കുറഞ്ഞതാണ്. അത് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അത് ക്ലോസാറയുടെ സിംറ്റം ഞാനിവിടെ പറയുന്നില്ല. ഒരു കുട്ടിക്ക് ചുമ വന്നത് 2-4-5 കേസ് അങ്ങനെ കുറച്ചു. പിന്നെ ഒരെണ്ണം വില്ലൻ ചുമയായിരുന്നു, അതും ക്ലോസാറ കൊണ്ട് കുറച്ച. ഈ കേസെല്ലാം ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ അഡ്രസ്സിൽ 400 രൂപ അയച്ചാൽ വീട്ടിൽ സേഫായിട്ട് വരും. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയുക, ഞാൻ വേറൊരാൾക്ക് കൊടുത്തിരിക്കുക അതിൻ്റെ മൊത്തം പാഴ്സലും ഇതുമൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്പൂതിരിയോടുകൂടെ എനിക്കൊരു റിക്വസ്റ്റാണ്, ഈ എക്സ്പീരിയൻസ് ഒക്കെ ഒരു ബുക്കായിട്ട് എഴുതിയാൽ, ഒരു ചെറിയ ബുക്ക് മതി, അത്യാവശ്യം വേണ്ടിയ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്താൽ. അത് വലിയ ബുക്കൊക്കെ എഴുതി ആരും വായിക്കുക. അതുകൊണ്ട് ചെറിയ ചെറിയ ബുക്കുകളായിട്ട് എഴുതിയാൽ അത് വരും തലമുറകളിലുള്ള ന്യൂ ജനറേഷൻ ഹോമിയോപ്പതി ഡോക്ടർക്കും അതുപോലെ തന്നെ പഠിക്കാനുള്ള ആരെങ്കിലും കൈപൊക്കിയിട്ടുണ്ടോ? ഇല്ല, സമയം കഴിയാറായി, സാറ് പറഞ്ഞോളൂ. അപ്പൊ അന്നേരം ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സിനും അതുപോലെ സ്റ്റുഡൻസിനും ഒക്കെ ഒരു കോൺഫിഡൻസ് വരും. ഇതുപോലുള്ള എക്സ്പീരിയൻസോടെ ചേർത്ത് ഇതുപോലെയുള്ള ഓരോ ഡിസീസ് വൈസിൽ എഴുതിയാൽ, മലയാളമാണേലും കുഴപ്പമില്ല, ഇനി ഇംഗ്ലീഷിൽ എഴുതിയാൽ ഇന്റർനാഷണൽ ബുക്കുകളും അല്ലെ ഓൾ ഇന്ത്യ എങ്കിലും പോകും.
ഇതാണ് എനിക്ക് നമ്പൂരിയോട്, എന്തായാലും നമ്പൂരി കാണിക്കുന്ന ഈ ഈ എന്നാ ഔദാര്യം, അതായത് നമുക്കെന്നും ആട് വേണമല്ലോ. അപ്പം അന്നേരം എപ്പോഴും തയ്യാറാകുന്നതിൽ വളരെയധികം സന്തോഷം. അത് അത്ര ഈസിയല്ല. ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രിപ്പറേഷനൊക്കെ വേണം. അല്ലെ കണ്ണടച്ച് വേണേലും എടുക്കാം, പക്ഷേ ഇച്ചിരി പ്രിപ്പറേഷനൊക്കെ കൊണ്ട് എടുക്കാൻ പറ്റുന്നുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുന്നത്. എനിക്ക് നമ്പൂരിയെ ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. ഡോക്ടർ നമ്പൂതിരി അന്ന് തന്നെ പഠിക്കാൻ വളരെ സമർത്ഥനായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ സാറ് ഒന്നിച്ചാണോ പഠിച്ചേ? എന്നെക്കാട്ടി 1 വർഷം 2 വർഷം എത്രയാ നമ്പൂരി ഡോക്ടറെ? ഒരു വർഷം ആ, 1 വർഷം താഴെ. ആ, അപ്പൊ ഞാൻ ഒരു ബുക്ക് എഴുതി, 1 വർഷം താഴെ. മൈ എക്സ്പീരിയൻസ് വിത്ത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞു. കേട്ട് സാറേ നോക്കാം. ആ, കേക്കാവോ? കേക്കാം. ആ, ഞാൻ അയ്യട ഹോട്ടലിൽ വെച്ച് ഞങ്ങളുടെ 50ാം വാർഷികത്തിൽ ഞാനത് പബ്ലിഷ് ചെയ്തു. ആരെങ്കിലും എൻ്റെ അഡ്രസ്സ് അയച്ചു തന്നാൽ, എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അഡ്രസ്സ് പറഞ്ഞു തന്നാൽ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. പൈസ തരണം കേട്ടോ, ചുമ്മാ തരാൻ പറ്റിയല്ല. എന്നാലും നമ്പൂരിയോടുകൂടെ ഞാനിത് പറയാണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ കൂടെ ചേർത്ത് ഇതൊരു ബുക്കാക്കിയാൽ പല ചെറിയ ചെറിയ വോളിയമാക്കണം. വലിയ പുസ്തകം എഴുതി ആരും വായിക്കില്ല, അവിടെ കൊണ്ടുപോയി. ചെറിയ വോളിയാണോ? എന്റെ 55 കേസ് 85 പേജിനകം 90 പേജിനകവും 300 രൂപയാണ് പ്രൈസ്. പക്ഷേ അയക്കുന്നതും പോസ്റ്റിലും ഡെലിവറി അവരുടെ എല്ലാം കൂടെ കൂട്ടി 400 രൂപ അയച്ചാൽ. സാറിന്റെ ഫോൺ നമ്പർ നമ്മളെ ഗ്രൂപ്പിലൊന്ന് ഇട്ടേക്കണം. 9 ഇട്ടോ. എനിക്കിപ്പോ ഞാൻ സാറ് പറയൂ. 9446859431. ഒന്നുകൂടെ പറയാം. 9446859431. ഓക്കെ, ഇതില് വിളിച്ചാൽ മതി. കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. താല്പര്യമുള്ളവർ, ആർക്ക് നിർബന്ധമില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ളവർ പറഞ്ഞാൽ ബുക്ക് പറയുന്ന അഡ്രസ്സിൽ വീട്ടിൽ വരും. കിട്ടിയില്ലെങ്കിൽ എന്നെ വീണ്ടും വിളിക്കുക. കിട്ടിയിരിക്കും. ഇങ്ങനെ ഒരു ചാൻസ് തന്ന IFPHനും അതുപോലെ എന്നെക്കൂട്ടും ഡോക്ടർ നമ്പൂരിയെക്കൂട്ടും ഒക്കെ ഉള്ളവർക്ക് തരുന്ന ചാൻസ് തരുന്ന ഈ IFPHന്റെ ഫോറത്തിനും, അതുപോലെ ഇത് മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ ഷൈല്, അതുപോലെയുള്ള ബാക്കി എല്ലാവരും എളുപ്പത്തിന് ഓരോരുത്തരെ പറഞ്ഞാൽ സമയം ഇനി 1 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, വൺ ആൻഡ് ഓൾ. ബൈ ബൈ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് സാറും എത്രയും പെട്ടെന്ന് വരുമോ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ നാട്ടിലാണുള്ളത്. അന്നേരം ചിലത്തൊക്കെ ചില റേഞ്ചുകളുടെ പ്രശ്നമുണ്ട്, റേഞ്ച് കിട്ടാൻ പ്രയാസമുണ്ട്. അങ്ങ് തിരിച്ച് ബോംബെക്ക് എന്നിട്ട് ഉടനെ ക്ലാസ്. അതെ, അപ്പം ഡോക്ടർ ധനേഷ് സാറ് ഇങ്ങനെ വന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പം കിട്ടാതെ വരുമ്പോൾ ഒരു ദിവസം രാവിലെ വിളിച്ച് പറയും. അന്നേരത്തിനും റെഡിയാക്കാം. ഓക്കെ സാറേ. അപ്പോ നമുക്ക് റേഞ്ച് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും വളരെ നല്ലൊരു ക്ലാസ്സും അതിന്റെ ട്യൂബർകുലോസിസിനെ കുറിച്ചുള്ള ഇൻഡിക്കേഷനും മെഡിസിനും അതിന്റെ ഇൻഡിക്കേഷനും ഒക്കെ സാർ നല്ല രീതിയിൽ വ്യക്തമാക്കി നല്ല ഒരു ക്ലാസ് എടുത്ത PKK നമ്പൂതിരി സാറിന് IFPHന്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സാർ ഇനിയും അവിടുത്തെ BSNLന്റെ പ്രശ്നമെല്ലാം മാറിയ ശേഷം വീണ്ടും വരണമെന്ന് സാറിനോട് അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും, അതുപോലെ കുറുപ്പ് സാറിനും ബാക്കി എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ 1695 വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.